ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ അവിടെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകും. പക്ഷേ ഇതൊരു നല്ല എനിക്ക് തോന്നുന്നു നൈറ്റൊക്കെ നല്ല വ്യൂ ഉള്ള നല്ല വൈബുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കുറേ ടെൻറ്റുകളും അതുപോലെ ഇങ്ങനെ നമ്മളെന്താ പറയുക കാർണിവൽ പോലെ എന്തൊക്കെയോ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. എന്തായാലും നൈറ്റ് വ്യൂ ആണെന്ന് തോന്നുന്നു സ്പെഷ്യൽ ആയിട്ടുള്ളത്. എന്തോ നമുക്കത് മിസ്സായിപ്പോയി. ഇനിയിപ്പോൾ തിരക്ക് വന്ന് തുടങ്ങണേലേ ഉള്ളൂ. ഈ ട്രാഫിക്കൊക്കെ അത്യാവശ്യമായി തുടങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാലത്ത് തന്നെ കണ്ടില്ല ഇവിടെയൊക്കെ എല്ലാം ഒഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നു. പക്ഷേ ഇതിനും ഒരു ഭംഗിയുണ്ടെന്ന് പറയില്ലേ, പ്രകൃതി ഇങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കിച്ച പോലെ ഒരു പ്രത്യേക ഭംഗി എനിക്ക് ഫീൽ ചെയ്യണം കേട്ടോ. നമുക്കിനി ഇവിടെ നിന്ന് നമ്മൾ യാത്ര ലൂസ് ആൻഡ് സിറ്റിയിലേക്കാണ് കേട്ടോ. ഏകദേശം ഒരു 4 മണിക്കൂറിന് മുകളിൽ കാണിക്കേണ്ടത്. എന്തായാലും നമ്മളൊരു ഉച്ചകഴിഞ്ഞോട് കൂടി എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇവിടെ ഇറങ്ങുന്നത്. നമ്മൾ ഡീജോന്റെ ഏരിയ എക്സിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല കറുത്ത മേഘങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട് ആകാശത്ത്. പക്ഷേ മഴയൊന്നും ഉള്ള പോലെ തോന്നുന്നില്ല. നല്ല നല്ല ഭംഗിയുള്ള പുൽമേടുകൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല രസമായിരുന്നു. എന്തായാലും ഇനിയുള്ള കാഴ്ചകൾ ഇതിനേക്കാൾ ഭംഗിയാവുന്നുള്ളത് അറിയാം. അങ്ങനെ ഞങ്ങൾ പമ്പിലൊക്കെ എത്തി പെട്രോളൊക്കെ അടിച്ച് ഭയങ്കര തണുപ്പായിരുന്നു. പുറത്ത് തണുത്തിങ്ങനെ മരവിക്കുന്ന പോലെയാണ്. അത് എനിക്ക് തോന്നുന്നു വണ്ടിയിൽ നിന്ന് ടെമ്പറേച്ചർ കൺട്രോൾ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഫീൽ ചെയ്യണമെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് അറിയില്ല, നല്ല തണുപ്പായിരുന്നു. പെട്രോളൊക്കെ അടിച്ച് ഒന്ന് ഷോപ്പിലൊക്കെ കയറി ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയി ചെറിയ കോഫിയൊക്കെ കുടിച്ച് ഓർക്കൊക്കെ കളഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങാണ്.